ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസർ 6 ആംപിയർ സോക്കറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫേസും ന്യൂട്രൽ പിന്നും ഒരേപോലെ ചൂടാവുന്നു. ഇതിനുള്ള കാരണം എന്താണ്? ഇതുവരെ മെൽറ്റ് ആയിട്ടില്ല. ഒരു സബ്സ്ക്രൈബർ അയച്ചെന്ന ചോദ്യമാണ്. ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾക്ക് ഇത്തരം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇതിനുള്ള മറുപടി ഓരോന്നായി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളൊരു പുതിയ വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഇലക്ട്രിക്കൽ ലേഔട്ട് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ പ്ലംബിംഗ് ഡിസൈൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ പ്ലഗ് ചൂടാവാൻ വേണ്ടിയിട്ട് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉണ്ടാവുക. ആദ്യം തന്നെ പ്ലഗിൻ്റെ ഉള്ളിലുള്ള ലൂസ് കണക്ഷനോ അല്ലെങ്കിൽ പ്ലഗിൻ്റെ ഉള്ളിലുള്ള ഫ്യൂസിൻ്റെ ലൂസ് കണക്ഷനോ കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് കോണ്ടാക്റ്റ് മേക്കും ബ്രേക്കും ആയി പോകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഡെവലപ്പ് ആവും. ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയിട്ട് വീണ്ടും അതിനെ ടെമ്പറേച്ചർ കൂടാനുള്ള ഒരു സിറ്റുവേഷൻ ആക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണങ്ങളിലൊന്ന്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലഗിൻ്റെ ഉള്ളിൽ ഫ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ലൂസ് കോൺടാക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പ്ലഗിൽ കണക്ട് ചെയ്ത വയറിൽ എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ പ്ലഗ് ഓവർലോഡ് ആവുക. ഇപ്പോൾ നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആംപിയർ സോക്കറ്റിൽ ഒരു കാരണവശാലും ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് ആവേണ്ട ആവശ്യമില്ല. സാധാരണ നിലയിൽ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നത് ഒരു 300-350 വാട്ടായിരിക്കും ഏറ്റവും വലുത് എടുത്താൽ തന്നെ. അങ്ങനെ വരുമ്പോഴും അതിൻ്റെ മാക്സിമം ആംപിയർ എടുക്കുക ഒരു 5 ഇരട്ടി, അതായത് മാക്സിമം 1.5-2 ആംപിയർ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് കണക്ട് ചെയ്തുകൊണ്ട് 6 ആംപിയർ സോക്കറ്റിൽ ചൂടാവേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും ഓവർലോഡ് ഇത് പ്രധാനമായിട്ടുള്ള ഒരു റീസണിലൊന്നാവാം. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങളുടെ കേസിൽ ഓവർലോഡ് ആവാൻ സാധ്യത കുറവാണ്. നെക്സ്റ്റ് വരുന്നത് ഈ പിന്നിലുള്ള കൊറോഷൻ, അല്ലെങ്കിൽ ഈ സോക്കറ്റിൽ എന്തെങ്കിലും കൊറോഷനോ ഡസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണവും നിങ്ങൾക്ക് ഇത്തരം ഹീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കൊറോഷനോ ഡസ്റ്റോ ഉണ്ടാകുമ്പോൾ കോണ്ടാക്റ്റ് പ്രോപ്പറായി കിട്ടില്ല. ആ കോണ്ടാക്റ്റ് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് മേക്കും ബ്രേക്കും ആവും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പറേച്ചർ ഡെവലപ്പ് ആവും. ടെമ്പറേച്ചർ ഡെവലപ്പ് ആകുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. വീണ്ടും ആ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും ഡെവലപ്പ് ആവാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്ലഗിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു കൊറോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെയുള്ളത് പ്ലഗിലേക്ക് വരുന്ന കേബിൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ അത് ടൈറ്റ് ആയിട്ടുള്ള കണക്ഷൻ അല്ല, അതിൻ്റെ സ്ക്രൂ ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്രൂൻ്റെ ത്രെഡ് പോയിട്ട് ഇളകി കിടക്കുകയാണ്. ലൂസ് കോണ്ടാക്റ്റ് വരുമ്പോൾ ഇത്തരം കോണ്ടാക്റ്റ് ബ്രേക്കും മേക്കും ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ, ഈ പ്ലഗ് കരിഞ്ഞു പോവുക, പ്ലഗ് ചൂടാവുക എന്നീ എഫക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്തരം പ്ലഗുകൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റ് ബ്രേക്കും മേക്കും ആവുകൊണ്ട് അവിടെ ചെറിയ രീതിയിൽ കരിഞ്ഞ പാടുകളും മറ്റും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഐ ഹോപ്പ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.